അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് എറണാകുളത്ത് തമ്മനത്ത് വാട്ടർ ടാങ്ക് അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്നതാണ്. വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്ന വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പല വാഹനങ്ങളും ഒലിച്ചുപോയി, ഫ്ളാറ്റുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. വ്യാപക നാശനഷ്ടമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മതിലുകളും റോഡുകളും തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ ഒലിച്ചുപോയി. നിരവധി വാഹനങ്ങൾ തകർന്നു. പുലർച്ചെ 2:30 കൂടിയാണ് 1 കോടി ലിറ്ററിലധികം വെള്ളമാണ് വളരെ പെട്ടെന്ന് ഇരച്ചെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി നഗരത്തിലെ ഹൃദയഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം നിലയ്ക്കും. 80% ഭാഗങ്ങളിലേക്കുമുള്ള കുടിവെള്ള വിതരണം നടക്കുന്നത് ഈ തമ്മനത്തെ വാട്ടർ ടാങ്കിൽ നിന്നാണ്. തമ്മനം പമ്പ് ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ ടാങ്കാണ് തകർന്നു പോയിരിക്കുന്നത്. കടവന്ത്ര, വൈറ്റില, കലൂർ, പനമ്പള്ളി നഗർ, പാലാരിവട്ടം, പേട്ട, സൗത്ത് തമ്മനം തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം ഇന്ന് മുടങ്ങും. ആലുവയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം വഴിതിരിച്ചു വിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അർജുൻ മട്ടന്നൂരും എസ് ശരണും തത്സമയം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, ഇതെന്താണ് സംഭവിച്ചത്? വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ടാങ്ക് പൊട്ടുകയും വെള്ളം ഒലിച്ചെത്തുകയും ചെയ്തത്. ആളപായമില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ നഷ്ടത്തിന്റെയൊക്കെ വ്യാപ്തി വളരെ വലുതാണ്. കുടിവെള്ള വിതരണം മുടങ്ങുമ്പോൾ അതും കുറച്ചുകൂടി പ്രശ്നങ്ങളാകും അല്ലേ അർജുൻ? രാവിലെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയായിരിക്കും കൊച്ചി നഗരത്തിൽ ഉണ്ടാവുക. അതായത് കൊച്ചി നഗരത്തിലും തൃപ്പൂണിത്തുറ നഗരസഭയിലേക്കുമൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ തമ്മനം. അതായത് ആലുവയിൽ നിന്ന്, പെരിയാറിൽ നിന്ന് വെള്ളം ശുദ്ധീകരണ പ്ലാന്റ് വഴി തമ്മനത്തേക്ക് എത്തിക്കുന്നു. ഇവിടെയുള്ള കൂറ്റൻ ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്കും വെള്ളം എത്തിക്കുന്നത്. ഇവിടെ 2 ടാങ്കുകളാണ് ഉള്ളത്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ടാങ്ക് 1,35,00,000 ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്കാണ്. ആ ടാങ്കാണ് തകർന്നത്. തൊട്ടപ്പുറത്ത് തന്നെ 85 ലക്ഷം ലിറ്റർ സംഭരിക്കുന്ന ഒരു ടാങ്കുമുണ്ട്. ഈ ടാങ്കിൽ, അതായത് ഈ വലിയ ടാങ്കിന്റെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ഭാഗമാണ് അടർന്നു പോയത്. അതായത് ഏതാണ്ട് 1,10,00,000 ലിറ്റർ വെള്ളം ആ സമയത്ത് ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അത്തരത്തിൽ വലിയ മർദ്ദത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അതിനുശേഷം ഈ ടാങ്ക് നിൽക്കുന്ന ഈ കോമ്പൗണ്ടിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു. അതിനുശേഷം കോമ്പൗണ്ട് വാളടക്കം തകർത്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും വെള്ളം ഇതിൽ ഇല്ല. പൂർണ്ണമായും വെള്ളം ഇതിൽ നിന്ന് ഒഴുകി പുറത്തു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പ്രതിസന്ധി, ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 50 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് ഇത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കാലപ്പഴക്കമാണോ ഇതിന് കാരണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത്തരത്തിൽ ഇവിടെയൊക്കെ തന്നെ പൂർണ്ണമായും മണ്ണും മണലും അടിഞ്ഞ നിലയിലാണ്. മാത്രവുമല്ല, മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൊച്ചി നഗരത്തിലേക്കുള്ള കുടിവെള്ളം മുടങ്ങും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കൊച്ചി നഗരത്തിലെ കലൂർ, കടവന്ത്ര, അതോടൊപ്പം തന്നെ കത്രിക്കടവ് തുടങ്ങിയ മേഖലകൾ, വൈറ്റില അടക്കമുള്ള മേഖലകൾ, ഒപ്പം തൃപ്പൂണിത്തുറ അടക്കമുള്ള മേഖലകളിലും കുടിവെള്ളം മുടങ്ങും എന്ന സൂചന തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇവിടെ MLA-മാർ അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. TJ വിനോദ് MLA അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം പ്രതികരണം നമുക്ക് തേടുകയും ചെയ്യാം. റെക്ടിഫൈ ചെയ്ത് ആ വാൽവിലൂടെ ഇനി നഗരത്തിലേക്കുള്ള വെള്ളം ബൂസ്റ്റിംഗ് നടത്താനുള്ള ക്രമീകരണം ചെയ്യാമെന്നാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞത്. അത് നാളത്തോട് അതിനുള്ള നടപടി പൂർത്തീകരിക്കാമെന്നാണ് അവർ പറയുന്നത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എറണാകുളം നിയോജകമണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ തൃക്കാക്കര നിയമൻ്റെ പേട്ട ഭാഗം, ചേരാനെല്ലൂർ, എളമക്കര, വടുതല, എറണാകുളം സിറ്റി, ഈ സിറ്റിയിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ടാങ്കാണിത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എറണാകുളത്താണ്. അപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ഇത് 2 കമ്പാർട്ട്മെൻറ്റാണ്. 1,36,00,000 ലിറ്റർ കൊള്ളുന്ന 2 കമ്പാർട്ട്മെൻറ്റാണ്. ഒരു കമ്പാർട്ട്മെൻറ്റ് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് വെച്ചിട്ടുള്ള വാൽവുകൾ തിരിച്ച് മറ്റേ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നതിനുള്ളൊരു സമയമാണ് അവർ പറയുന്നത്. നാളത്തെ കൊണ്ട് പൂർത്തീകരിക്കാം. ഇപ്പോൾ ഒരു ദിവസം 1.5 ദിവസങ്ങളിലാണ് ബൂസ്റ്റിംഗ് നടക്കുന്നത്. ഇന്ന് എറണാകുളത്തേക്കാണെങ്കിൽ നാളെ പേട്ടയിലേക്കാണ്. അപ്പോൾ ആ ഒരു തടസ്സം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടിയന്തരമായി ജില്ലാ കളക്ടർ ഈ യോഗം വിളിച്ച് ഇതിനൊരു പകരം സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള ഇടപെടൽ ഉണ്ടാകണം. നാശനഷ്ടങ്ങൾ പറ്റിയ കുടുംബങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം വാഹനങ്ങൾ, മതിലുകൾ, വീടുകൾ, പബ്ലിക് ഹെൽത്ത് സെൻ്ററിലെ മരുന്നുകൾ, റോഡുകൾ, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടങ്ങൾ വാട്ടർ അതോറിറ്റി മാത്രം കണക്കാക്കിക്കൊണ്ട് കാര്യമില്ല. അതിനെ സംബന്ധിച്ച് റവന്യൂ അധികാരികളും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും കോർപ്പറേഷൻ്റെ ആളുകളും നമ്മൾ